ഈ സന്ദീപ് വാര്യർക്കെ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ശുഷ്കാന്തിയാണ്. എന്തിനാണെന്നറിയില്ല, വല്ലാതെ അങ്ങ് മെഴുകുന്നുണ്ട് മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്. എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങുകയും ചെയ്തിട്ടില്ല. ഇതിപ്പോ ഈ പറയുന്ന സന്ദീപ് വാര്യര് പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വല്ലാതെ ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായി അത് കോൺഗ്രസിന് തന്നെ പൊള്ളലേൽക്കുന്ന ഒരു സാധ്യതയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ BJP-യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ കോൺഗ്രസിലേക്ക് എടുത്ത് കുത്തി സ്ഥിരമാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും പുറത്തു പോകുന്ന ഒരു അവസ്ഥ എന്തായാലും വാര്യർക്കുണ്ട്. വാര്യര് എന്തായാലും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? വാര്യരായുടെ പണി കാണിച്ചു തുടങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ ഈ വാര്യർ കൂടെ നിൽക്കുന്നവനെ പണിയുന്ന ഒരു സ്വഭാവമാണല്ലോ. നേരത്തെ ഒരു പാർട്ടിക്കകത്ത് നിന്നിട്ട് തലേന്ന് വന്നിട്ട് പിറ്റേന്ന് തൊട്ട് ആ പണി ഇതിനകത്ത് കാണിച്ചു തുടങ്ങി. അറിഞ്ഞാണോ അറിയാതെയാണോ? ഏതായാലും ഇന്ന് രാവിലെ തൊട്ട് നേതാക്കന്മാരും നമുക്ക് കോൺഗ്രസിനകത്ത് പ്രമുഖമായ നേതാക്കന്മാരുണ്ടല്ലോ. അതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരൊന്ന് VD സതീശൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, മുരളീധരൻ, അതിനകത്ത് പഴയ പഴക്കത്തിൽ വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വരും. അല്ലെങ്കിൽ അവരെല്ലാം ഒരു പാനലായിട്ട് ഈ കേസിനകത്ത് ഞങ്ങൾക്ക് ബന്ധമില്ല. അത് ഏറ്റവും വ്യക്തി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ എങ്ങോട്ട് തിരിഞ്ഞാലും മറുപടി പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് നേതാക്കന്മാർ തിരിയുമ്പോൾ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത് മാത്രം മതി. ഒരു പ്രദേശത്തല്ല, കേരളം മൊത്തം ഈ ഒരു വിഷയം കത്തി വരാൻ അല്ലെങ്കിൽ കത്തി നിൽക്കാൻ. ഈ സമയത്ത് കോൺഗ്രസിനകത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ പവർട്ടി എന്ന് പുറത്താക്കിയെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും ഇപ്പോൾ എടുത്തുകൊണ്ട് വരുമ്പോൾ പാർട്ടിക്കകത്തുനിന്ന് പുറത്താക്കിയ ആൾ എന്നുള്ള രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ ശ്രമിക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷം നിന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സൈബർ ആക്രമണം, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവരുടെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കേണ്ടി വരും. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ചെറുങ്ങൻ്റെ ഒത്തിരിയും കഥ അറിയാം, ഞാൻ എൻ്റെ അടുത്ത് സോക്ക് എടുത്താൽ ഞാൻ മൊത്തവും വിളിച്ച് പറയും. അതുകൊണ്ട് അതിന് ഇന്ന് രാവിലെ മുരളി പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിക്കകത്ത് നേതാക്കന്മാരെ VD സതീശൻ ആയാലും കൊള്ളാം, രാജ്മോഹൻ ഉണ്ണിത്താൻ ആയാലും കൊള്ളാം, അല്ലെങ്കിൽ ആ രമേശ് ചെന്നിത്തല ആയാലും കൊള്ളാം, ആരുടെ കാര്യത്തിനകത്തും അവർക്കെതിരെ സൈബർ ആക്രമണം എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മോശപ്പെടുത്തൽ വന്നാൽ അത് കോൺഗ്രസിനെതിരെയുള്ള പ്രവർത്തനമാണെന്ന് കണ്ട് അവനെ പാർട്ടിക്കകത്തു നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതിൻ്റെ അർത്ഥം വാര്യരെ നിന്നെ ഞാൻ പുറത്താക്കും, നീ അതിന് പുറത്തു പോകാൻ നിൽക്കുന്നതാണ്. കാരണം വാര്യർ അതിനകത്ത് ഈ സാധനം രണ്ടാമത് കൊണ്ടു നിൽക്കുന്നു. വാര്യരിനകത്ത് കളിച്ച കളി ഒരു പക്ഷേ വാര്യരുടെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, പണ്ട് സീറ്റ് വേണ്ടെന്നും പറഞ്ഞ് എണീറ്റ് പോയൊരു ബുദ്ധി BJP-ക്കകത്തുനിന്ന് പാലക്കാട്ട് വന്നു. അതിനുശേഷം പുള്ളി കാണിച്ച കളി ഇപ്പോൾ സീറ്റിന് വേണ്ടി നിൽക്കുന്ന ഒരു കളി. വാര്യർക്ക് പാലക്കാട് ഉദ്ദേശം കാണും. വാര്യർ സഹായിക്കാൻ നിൽക്കുന്ന വ്യാജേന പറയുന്ന ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിലിരുന്ന് അല്ലെങ്കിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചേക്കും. ഈ വിഷയം പുറത്ത് ഈ പറഞ്ഞ എന്തോ വേറൊരു രാഹുൽ ഉണ്ടല്ലോ, ഇപ്പം രാഹുൽ ഈശ്വറും ഈ വാര്യരും എല്ലാം കൂടെ പുറത്ത് കിടന്ന് ഈ വേളം ഉണ്ടാക്കിയുള്ള കുഴപ്പമെന്ന് പറയുന്നത് സുപ്രീം കോടതി റൂളിങ്സ് ഉള്ള സമയത്താണ് ഇരയുടെ ഫോട്ടോ ഇട്ടിട്ട് അങ്ങ് പിൻവലിച്ചു. ഞാനൊന്നും ചെയ്തില്ല കേട്ടോ, ഇരയുടെ ഫോട്ടോ ഇട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പിൻവലിച്ചു, മതിയല്ലോ, അപ്പോഴത്തേനും ലോകമൊത്തമായല്ലോ. ഇന്നലെ രാഹുൽ ഈശ്വർ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറെ ആൾ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ലാപ്ടോപ്പിനകത്ത് ഇത് പുള്ളിയുടെ ചാനലിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യം ആരുടെ ചോദിച്ചാലും ഏത് മനുഷ്യനും സാധാരണക്കാരനും അറിയാം, ഇരയുടെ കാര്യം അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അറിയാം ആരാ എവിടാ എന്തുവാ ജോലി ചെയ്ത് ഈ രീതിയിലേക്ക് പബ്ലിസിറ്റി ആക്കി. ഈ വിഷയം കോൺഗ്രസിൻ്റെ തലയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ, കോൺഗ്രസിനെ സഹായിക്കാൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് രാഹുൽ യാതൊരു കാരണവശാലും ജാമ്യം കിട്ടരുത്, രാഹുൽ യാതൊരു കാരണവശാലും പാലക്കാട്ട് ഇനി മത്സരിക്കാൻ ഒരു അവസരം വരുന്നത്, രാഹുൽ യാതൊരു കാരണവശാലും സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ഒരു കോൺഗ്രസ് ആലോചിക്കുന്ന രീതിയിലേക്ക് വരരുത്. അതേ രീതിയിലേക്ക് ഈ വിഷയം വഷളാക്കാൻ വേണ്ടി നിൽക്കുന്നതായി വാര്യരുടെ പണിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം KPCC പ്രസിഡന്റ് ചോദിച്ചപ്പോൾ അതിനകത്ത് മറുപടിയില്ല, അത് കോടതിയുടെ കയ്യിൽ, അതിനകത്ത് ആ വിഷയം ഞങ്ങളില്ല, മുരളീധരനില്ല, ഏത് കാര്യത്തിനകത്ത് മറുപടി, രാജ്മോഹൻ ഇല്ല, VD സതീശൻ എന്ന് പറഞ്ഞേക്കുന്ന ഈ വിഷയമായിട്ട് ഈ കേസുമായിട്ട് ആര് ബന്ധപ്പെട്ടാലും പാർട്ടിക്കകത്ത് ഇടപെടത്തില്ല. അതിനകത്ത് പാർട്ടിയുടെ നിലപാട് നേരത്തെ എടുത്ത നിലപാട് പോലും. അപ്പോൾ ഇതിനകത്ത് ആരോ പറഞ്ഞേൽപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ പുള്ളിയുടെ സ്വന്തം ബുദ്ധി, പുള്ളി വലിയ ബുദ്ധിമാനാണല്ലോ, നേരത്തെ പല കാര്യത്തിനാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇടപെടുന്നു, രാഹുലിനെ തീർത്താൽ എനിക്ക് പാലക്കാട്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കോൺഗ്രസിൻ്റെ നിലപാട് രാഹുലല്ല, പാർട്ടിയാണ് വിഷയം. ആ വിഷയത്തിനകത്ത് പാർട്ടി തീരുമാനമെടുത്തതിനകത്ത് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനെതിരെ വരുന്ന സൈബർ ആക്രമണത്തിൽ ആ വിഷയം വീണ്ടും കോൺഗ്രസിന് ബാധ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ പുറകിൽ ആരൊക്കെ നിൽക്കുന്നോ അവർ കോൺഗ്രസ്സുകാരല്ല. അതായത് KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ആളും ഒരുപക്ഷെ ACC പോലും ഈ വിഷയം വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ട, വിട്ടേക്കാൻ പറഞ്ഞെടുത്ത് അതിനകത്ത് ഇടപെടുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിപ്പോൾ ഇരിക്കുന്ന രാഹുൽ ഈശ്വറിന് പണി മേടിക്കും, ഒരുപക്ഷെ പുറത്താകും, അല്ലെങ്കിൽ പുറത്തു പോകും എന്നുള്ള രീതിയിലേക്ക് രാഹുൽ ഈശ്വറല്ല സന്ദീപാരൊക്കെ പണി മേടിക്കും, പുറത്തു പോകും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് സ്നേഹപൂർവ്വം
ഈ രാഹുൽ ഈശ്വറിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഗണത്തിൽ സന്ദീപ് വാര്യർ ചേർക്കാൻ ഇഷ്ടമില്ല. അതിൻ്റെ ഒരു കാര്യം, സന്ദീപ് വാര്യരുടെ ശുദ്ധത കൊണ്ടുണ്ടാകുന്ന ഒരു സ്ഥലജല ഭ്രമം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പാലക്കാട്ട് പോലെ ഒരു പ്രദേശത്തെ സുരക്ഷിതമായ BJP, അവിടുത്തെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കസേര പ്രശ്നം മാത്രമല്ലല്ലോ. പാലക്കാട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? പാലക്കാട്ടെ കളികൾ അന്നും ഇതിനേക്കാൾ ശക്തമായിട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പാലക്കാട്ടെ തിന്മകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവരിപ്പോഴും അവിടുത്തെ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാടിൻ്റെ ഒരു പശ്ചാത്തലം അത്. രണ്ട്, ഈ കോൺഗ്രസിനകത്ത് അദ്ദേഹം എന്തായാലും ഗതികേട് കൊണ്ട് BJP വിട്ടു പോകേണ്ടി വന്നു. എനിക്ക് മനസ്സിലാകും, ഞാൻ അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രശ്നങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഒരാൾ ഒരു കാരണവശാലും BJP വിട്ടു പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ BJP വിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അനുഭവിച്ചൊരു ഗതികേട് ഉണ്ടാവില്ല. ആ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു പ്രശ്നം പാലക്കാട്ട് മാത്രമല്ല, അദ്ദേഹം വന്നത് അദ്ദേഹം ഇപ്പോഴും പാലക്കാട്ടാണ്. പാലക്കാട്ടെ BJP-ക്കാരിൽ നിന്ന് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരനായി അദ്ദേഹം മാറുകയാണ്. രണ്ട്, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് വന്നത്. ഇതിനകത്ത് അദ്ദേഹം വന്നുപെട്ടപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സ്ഥലജല ഭ്രമമുണ്ട്. എവിടെ നിൽക്കണം, ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളുക, ആരാണ് നിലപാട് മാറ്റാതിരിക്കുക, ഒന്നാലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ ഈ കണ്ട കോൺഗ്രസ്സുകാർ മുഴുവൻ ഒരുമിച്ചാണ് നിന്നത്. പുറത്താക്കുന്നത് വരെ. പുറത്താക്കിയതിന് പിറ്റേന്ന് മുതൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഓരോരുത്തരായി 3 വട്ടം തള്ളിപ്പറഞ്ഞപ്പോൾ എവിടെ നിൽക്കണം, ആര് പറഞ്ഞതാണ്, ഈ പറഞ്ഞത് നാളെയും നിൽക്കുമോ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, അത് അപ്പോൾ ആരെ വിശ്വസിക്കാൻ കൊള്ളു? ഇപ്പം എന്താ സ്ഥിതി? എന്തായിരുന്നു കാര്യം? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത് വരെ ഇവർക്ക് രാഹുലിനെ ഫിനിഷ് ചെയ്താൽ മതിയായിരുന്നു. കോൺഗ്രസിൻ്റെ മാനം കാക്കണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ VD സതീശൻ്റെ ഇമേജ് കുറച്ച് കൂടിയപ്പോൾ പിന്നെ VD സതീശനെ ഫിനിഷ് ചെയ്യലായി ഇവരുടെ അജണ്ട. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളായാലും പെട്ടുപോകും സർ, എളുപ്പമല്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്താ, ഇപ്പോൾ ഏതാണ്ട് VD സതീശൻ ഒതുങ്ങി, VD സതീശൻ സൈലൻ്റായി. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നല്ല ബോധ്യപ്രകാരം നിൽക്കുന്നു, എന്തു വന്നാലും. കേസില്ല. ഇപ്പോൾ കേസ് വന്നപ്പോൾ സത്യമായിട്ട് നല്ല സമയം നോക്കി പിണറായി വിജയൻ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചു, കോൺഗ്രസിനെയും ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് എവിടെ നിൽക്കണം? ഒരു കാര്യം, ആ സമയത്ത് സന്ദീപ് വാര്യരുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് നിൽക്കേണ്ടത് എവിടെയാണ്? പാലക്കാട്ടെ കോൺഗ്രസ് ഈ സാറേ പറഞ്ഞ ഗണത്തിലൊന്നുമല്ല. VD സതീശൻ്റെ കയ്യിലല്ല, K സുധാകരൻ്റെ കയ്യിലല്ല, K മുരളീധരൻ്റെ കയ്യിലല്ല, ഈ പറഞ്ഞ KC വേണുഗോപാലിൻ്റെയും കയ്യിലല്ല. പാലക്കാട്ടെ കോൺഗ്രസ് മാത്രമാണ് ഒരു പക്ഷേ ഈ യുവകേസരികളായ അവിടുത്തെ MP ശ്രീകണ്ഠൻ MP-യെ മാറ്റി നിർത്തിയാൽ പിന്നെ ഉള്ളവർ മുഴുവനും ഈ യുവകേസരികളായ തെമ്മാടിക്കൂട്ടത്തിൻ്റെ കയ്യിലാണ്. ഞാൻ എല്ലാവരും ചേർത്താ പറയുന്നത്. ഷാഫി പറമ്പിൽ തൊട്ട്, ഇവൻ്റെ ഹെഡ്മാസ്റ്ററാണല്ലോ, ഷാഫി പറമ്പിൽ തൊട്ട് രാഹുൽ മാങ്കൂട്ടം വരെയുള്ള ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി ഒളിച്ചു കടത്തിയിട്ട് കൊണ്ട് നടന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് രാഹുൽ എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ, ആ യൂത്ത് കോൺഗ്രസ്സാണ് അവിടുത്തെ പാർട്ടി. അവരെ തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെ സാർ സന്ദീപ് വാര്യരെ പോലെ പുതുതായി വന്ന ഒരു പുത്തൻ കുറ്റുകാരന് കോൺഗ്രസിൽ നിന്ന് പോകാൻ പറ്റുക? അതായിരിക്കും അദ്ദേഹത്തിന് പറ്റിയിരിക്കുക. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇവരെ ഒന്നും ഈ കണ്ടതൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ഒരു താരകയെ കാണുമ്പോൾ രാവ് മറക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാവും. ഒരു പക്ഷേ പാലക്കാട്ട് ഈ യുവകേസരികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ VD സതീശൻ്റെയോ സണ്ണി ജോസഫിൻ്റെയോ KC വേണുഗോപാലിൻ്റെയോ ഒക്കെ ഒരു ആശീർവാദത്തോടു കൂടി ഒരു പുതിയ ഗ്രൂപ്പ് അവിടെ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. പുറത്താകാതെ നിൽക്കാൻ ഉള്ള മെയ്വഴക്കം കാണിച്ചാൽ സന്ദീപ് വാര്യരായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാറിന് എനിക്ക് ഇപ്പോൾ സാറിനെ ധിക്കരിച്ചുകൊണ്ടെന്ന് ഞാൻ പറയല്ലോ. സന്ദീപ് വാര്യർ ഈ പറഞ്ഞ പോലെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളൊന്നും അല്ല. കാര്യങ്ങളെ പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, കാര്യഗൗരവം ഇല്ലാത്തതുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടല്ല. അയാൾ ചെയ്യുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് അറിവോടുകൂടി. സാറിന് ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന അതിൻ്റെ കൂടി സിനിമ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ സന്ദീപ് വാര്യർ മോശക്കാരനാണോ? സന്ദീപ് വാര്യർ മോശക്കാരനാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ചെറിയ മീനാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ചെറിയ മീനൊന്നും അല്ല. അപ്പോൾ ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ പാലക്കാടാണ് പുള്ളിയുടെ ലക്ഷ്യം. സന്ദീപ് വാര്യരുടെ പേരിൽ ഒരു കേസ് വന്നിരുന്നത് തൃശ്ശൂരിൽ ഒരു പെൺ കേസാണ്. അത് ഒരു റിലേഷൻ ആയിരുന്നു, അത്ര സീരിയസ് ആയ റിലേഷൻ. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. പക്ഷെ ആ റിലേഷനെ കൃത്യമായി ഇദ്ദേഹത്തിന്റെ എതിരാളികൾ ആർക്കും പരാതിയില്ല. നമുക്ക് അതിനകത്ത് വ്യക്തപ്പെടുത്തി പറയേണ്ട, അയാളെ വിശ്വസിച്ച് സാറിന്റെ വീട്ടിൽ എന്നെ വിശ്വസിച്ച് കയറ്റിയാൽ ഞാൻ എന്താ വീട്ടിൽ ചെയ്യണോ അതിന് നേരെ വിപരീതമായിട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ചെയ്തത്. പിന്നെ അത് ചെയ്തത് സാറിന് പറയാൻ പറ്റും. സാറിന് മാന്യതയുണ്ട്, സാറിന് പറയാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് BJP-ക്ക് പറയാനൊക്കത്തില്ല. BJP-യുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ഏൽപ്പിച്ചു, അവിടെ കയറി. അപ്പോൾ BJP-ക്ക് പറയാൻ പറ്റത്തില്ല, ഊനുകുത്തി ഉണപ്പിക്കാൻ പറ്റും. അതാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സാറിൻ്റെ വിശ്വാസം മാത്രമാണ്. ഇയാൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണെന്ന് എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അറിവനുസരിച്ച്. ഏതായാലും ഇപ്പം അദ്ദേഹത്തിന് വേണ്ടി വഴി വെട്ടി. പക്ഷേ ആ വഴി പുറത്തേക്കുള്ള വഴിയാണോ എന്ന് പുള്ളി തന്നെ തീരുമാനിക്കേണ്ടി വരും.